ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അന്നേരം രാവിലെ മാവിൻ്റെ അകത്ത് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് കലക്കി മാറ്റി വെക്കുന്നുണ്ട്. ഇന്ന് ഈയിടെ ചെയ്യാറുള്ളത് പോലെ സെപ്പറേറ്റ് മാവിൻ്റെ അകത്ത് ഇച്ചിരി മാവ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഞാൻ റാഗിയും കലക്കി വെച്ച് അതിൻ്റെ അകത്തും ഉപ്പിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഡലി ഉണ്ടാക്കുന്നുണ്ട്. ഇഡലി ഞാനിങ്ങനെ ഒന്ന് കോരി അഴിച്ചെടുക്കട്ടെ. അന്നേരം കൊച്ചിന് കുടിക്കാൻ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ ചോദിച്ചു, ഞാൻ ആദ്യം ചിന്തിച്ച് ഇന്നാളത്തെ കൂട്ട് ഇഡലി ഉണ്ടാക്കി ഇങ്ങനെ പീസാക്കിയിട്ട് ഇല്ല സോയാ സോസും ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ചുണ്ടാക്കിയില്ലേ, അത് ഇവർക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അവനോട് ഞാൻ അന്നേരം ഇതിൻ്റെ കൂടെ കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവനോട് ചോദിച്ചാൽ അവൻ പറഞ്ഞ് അവന് ദോശയും കടലക്കറിയും മതിയെന്ന്. അപ്പോൾ ഞാൻ ചിന്തിച്ചെന്നാൽ അവന് കുഞ്ഞു കുഞ്ഞു ദോശ ടിഫിൻ്റെ അകത്തിട്ട് കറിയായിട്ട് കൊടുക്കാമെന്ന്. അന്നേരം രാവിലെ ഈ കടലയൊക്കെ വേവിക്കാൻ ഒക്കെ സമയം കുറവായതുകൊണ്ട് ഞാൻ കടലക്കറിയൊക്കെ ആണെങ്കിൽ ഞാൻ രാത്രിയിലെ അങ്ങ് വേവിച്ച് മസാലയൊക്കെ ചേർത്ത് വേവിച്ച് പിന്നെ രാവിലെയാണ് കടുക് വറക്കുന്നത്. അത്രയും ബാക്കിയുള്ളതെല്ലാം അങ്ങ് രാത്രി ചെയ്തു വെക്കുവേ. അപ്പോൾ കടലക്കറി രാത്രിയിലാണ് ഞാൻ ചെയ്തത്. അപ്പം കടലക്കറി ചെയ്യാനായിട്ട് ഞാൻ കടലയൊന്ന് കുക്കറിൽ വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ കടായി വെച്ച് ഇതിലേക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് 2 ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഇടയെല്ലാം ഞാൻ ഉപ്പേരി പരിപാടിയിലാണ് കടലക്കറി വെക്കുന്നത്. അതായത് കടലക്കകത്ത് തന്നെ സവാള അരിഞ്ഞ് ടൊമാറ്റോ ഉണ്ടെങ്കിൽ ടൊമാറ്റോ ഇട്ടും മസാലകളെല്ലാം ഇട്ട് അതിൻ്റെ അകത്ത് അങ്ങ് ഒരു 3-4 വിസിലടിച്ചെടുക്കും. എന്നിട്ട് കടുക് വറക്കുക ചെയ്തേ. പക്ഷേ ഇന്ന് ഞാൻ ഇങ്ങനെ ഒരു ഇച്ചിരി സമയം എടുത്താണ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ ബേ ലീഫൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു മണമൊക്കെ കിട്ടുമല്ലേ. അപ്പോൾ ഇതിലേക്ക് ഒരു 2 സവാളയും 4-5 വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കട്ടെ. സാധാരണ ഇങ്ങനെ വഴറ്റി എടുത്ത് ചെയ്യാറില്ല. ഇന്ന് പക്ഷേ ഇങ്ങനെ ചെയ്ത പക്ഷെ അന്നേരം അതിൻ്റേതായ കറിയിൽ ടേസ്റ്റ് വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മളല്ലാതെ ചെയ്യുന്നതും ഇങ്ങനെ ചെയ്യുന്നതായിട്ട് കറിയിൽ നല്ല വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ ഈ കറി ഇങ്ങോട്ട് തുറക്കുമ്പോഴേ നല്ല മണം അങ്ങോട്ട് വരുന്നതില്ല, ഇറച്ചിക്കറിയുടെ മണം പോലെ. മറ്റേ നമ്മൾ മസാല ഇട്ട് മൂപ്പിച്ച് മസാല കുക്കറിലിട്ട് ഒരുമിച്ച് അടിച്ചെടുക്കുകയാണെങ്കിലും അതിൻ്റേതായ അത്ര ഇങ്ങോട്ടൊരു മണം കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് ആ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ. അന്നേരം ഞാൻ രാത്രിയിലാണ് അത്രയും ചെയ്തതെന്ന് പറഞ്ഞല്ലേ. മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളി വഴന്ന് കഴിഞ്ഞിട്ട് ഞാൻ മസാലയൊക്കെ ചേർത്തെല്ലാം മൂപ്പിച്ച് അതങ്ങ് മറന്നുപോയി. പിന്നങ്ങ് ഇല്ല മൈൻഡിൽ നിന്ന് അങ്ങ് വിട്ടുപോയി അത് വീഡിയോ എടുക്കണമെന്നുള്ളത് എടുക്കാൻ മറന്നുപോയി. ഇതിപ്പോൾ പിറ്റേന്ന് രാവിലെയാണ് ചായക്ക് വെള്ളം വെച്ചു. അപ്പം കറിക്ക് ഞാൻ കടലക്കറിക്ക് ഞാൻ കടുകൂടൊന്ന് വറുത്ത് ചേർക്കുക കേട്ടോ. ബാക്കി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് മസാല ചേർത്തൊന്നും കാണിക്കാൻ പറ്റിയില്ല. 5 മണിക്ക് എണീറ്റാലും എനിക്കങ്ങോട്ട് സമയം ഒരു ടിഫിനും ഉണ്ടാക്കി ഇത് ഉണ്ടാക്കുമ്പോഴത്തേക്കും അങ്ങ് സമയം പോവുക. കാരണം അതിൻ്റെ ഇടയ്ക്ക് അവന് ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ പോകണം, അവനിത് കൊടുക്കാൻ പോകണം, അവനെ എണ്ണിപ്പിച്ചിട്ട് കുറച്ച് നേരം ഇരുത്തി ഒന്ന് എന്തെങ്കിലുമൊക്കെ പറയണം. അങ്ങനെയൊക്കെ അങ്ങ് സമയം പോവും. നമ്മുടെ കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ഇഡലിയും റെഡിയായി. ഇനി അതൊന്നെടുത്ത് മാറ്റി വയ്ക്കട്ടെ. പിന്നെ കുറച്ച് ദോശ ഉണ്ടാക്കുന്നുണ്ട്. അവന് ദോശ മതിയെന്ന് പറഞ്ഞതുകൊണ്ട് കുഞ്ഞു കുഞ്ഞ് ദോശ ഉണ്ടാക്കാമെന്ന് വെച്ച്. അന്നേരം അവന് ദോശയും കടലക്കറി ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചോദിച്ചു, മക്കളെ രാവിലെ പറഞ്ഞ അമ്മ ഇങ്ങനെ വാരിത്തരട്ടെ വെച്ച് ഞാൻ എടുത്ത് തരാൻ വേണമെന്ന്. നമ്മൾ വേണ്ട മമ്മി എന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ അങ്ങനെ കഴിക്കാനായിട്ടൊരു മനസ്സ് വരത്തില്ല. നേരം അടുക്കളയിൽ വന്ന് പറഞ്ഞു, മമ്മി എനിക്ക് വേണ്ടി നല്ലതുപോലൊന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ ചോദിച്ചു, എന്തിനാക്കളെ? അതെ ഞാൻ ചൊവ്വിന് പഠിച്ചില്ലല്ലേ. ഞാൻ നേരം രാവിലെ ആയതുകൊണ്ട് ഒന്നും ദേഷ്യപ്പെട്ടില്ല. ഞാൻ പറഞ്ഞ് അവൻ ഇന്നലെ വൈകിട്ട് ഇങ്ങനെ EVS ആയിരുന്നു ചോദിച്ചിട്ട് ആളുടെ അടുത്ത് പഠിക്കാൻ പറഞ്ഞിട്ട് കുറച്ച് നേരം അവൻ ഇത്തിരി കടുംപിടുത്തം പിടിച്ചിരുന്നു. ഞാൻ പറഞ്ഞു ആ സാരമില്ല മമ്മി അല്ലെങ്കിലും എപ്പോഴും പ്രാർത്ഥിക്കും, സാരമില്ല ടെൻഷൻ എടുക്കണ്ട, എല്ലാം അറിയാമെന്ന് പറഞ്ഞു. മോന് അറിയാം പഠിച്ചതെല്ലാം വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ടെൻഷൻ കൊടുത്തില്ല. എന്നിട്ട് ഞാൻ നോക്കിയുടനെ ഡ്രസ്സൊക്കെ ഞാൻ എടുത്തു കൊടുത്തു.
എന്നിട്ട് ഓടിപ്പോന്ന്. തലയൊക്കെ ഞാൻ ആ ചീവി കൊടുത്തു. അപ്പോൾ തലയൊന്നും ചീവിയില്ല, ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങോട്ട് ഹോളിലോട്ട് ഓടിപ്പോന്നു. ഞാൻ ചിന്തിച്ച് ഇനി മൊബൈൽ പപ്പാടെ മൊബൈൽ, ഇവൻ ഉറക്കത്തിൽ പപ്പാടെ മൊബൈലിൻ്റെ അകത്തൊരു ഗെയിമുണ്ട്. അപ്പോൾ ഇവനെന്തോ ചെയ്യുന്നോ ഉറക്കത്തിൽ റെയ്ച്ചാൻ്റെ കൈയെടുത്ത് പാസ്വേഡ് മാറ്റാൻ റെയ്ച്ചാൻ്റെ കൈയെടുത്ത് മൊബൈലിൽ ഇതാക്കിയിട്ട് അങ്ങനെ ചിലപ്പം രാവിലെ ഇരുന്ന് കളിക്കാം. അപ്പം ഞാൻ ചിന്തിച്ച് ഇനി മൊബൈൽ എടുത്തുകൊണ്ട് ഞാൻ കാണാതെ എടുത്ത് ഓടിക്കൊണ്ട് പോവുമായിരിക്കുമെന്ന്. അപ്പം നോക്കിയുണ്ടേ അവൻ ഞാൻ പിന്നെ ഇച്ചിരി മിണ്ടിയില്ല. എന്നാലും കുറച്ച് കഴിഞ്ഞുണ്ടേ പഠിക്കുന്ന സൗണ്ട് കേൾക്കുന്നു. അപ്പം ഞാൻ ചെന്ന് നോക്കിയുണ്ടേ ആളിരുന്ന് പഠിക്കുക. ജീവിതത്തിൽ ആദ്യത്തെ സംഭവം രാവിലെ എണീറ്റ് ഇങ്ങനെ പഠിക്കുന്നത്. അവനെ ചില കാര്യങ്ങളിൽ അവന് ഒരു പേടിയാണ്. അയ്യോ പഠിച്ചില്ലല്ലോ എന്നുള്ള അത്. എന്നാൽ സമയം ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ട് പഠിക്കാൻ പറഞ്ഞുകൊണ്ടേ ഇത്തിരി എന്നോട് നിർബന്ധം പിടിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഇച്ചിരി മൊബൈൽ കാണട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പം മന്ത്ലി ടെസ്റ്റാണ്, എന്നാലും കുഴപ്പമില്ല. അവരുടെ ഇൻട്രസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ അവർ ചെയ്യട്ടെ. അപ്പം ഞാനിവിടെ നമ്മുടെ റാഗിയുടെ ദോശയും കൂടെ ഉണ്ടാക്കിയെടുക്കട്ടെ. ഇന്നാൾ ഞാൻ ഇതുപോലെ റാഗി മിക്സ് ചെയ്ത് ഈ ദോശ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞേ ഒരു സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞായിരുന്നു, വിച്ചി റാഗിയുടെ പുട്ടും കടലക്കറിയും നല്ലതാണ്. ഇവിടെ പോളിന് പുട്ട് എടുക്കുകയാണെങ്കിൽ കറി കൂട്ടി തിന്നാൻ ഇഷ്ടമാണ്. അപ്പം ഞാൻ ചിന്തിച്ചാൽ ഒരു ദിവസം ഉണ്ടാക്കാമെന്ന്. പിന്നെ ഞാൻ അതങ്ങ് മറന്നും പോയി. ഞാനങ്ങനെ സൗണ്ട് കേട്ടിട്ട് എന്തുവാണെന്ന് അറിയാൻ പോയി നോക്കുക. ഡാഡി രാവിലെ എണീറ്റിട്ട് പ്രേയറൊക്കെ കഴിഞ്ഞിട്ട് ഡാഡി ബൈബിളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഡാഡി കയറി കിടക്കുക. പോള് എഴുന്നേറ്റിട്ടില്ല. planet moves around the sun, and the solar system is called an orbit. 6 മണി ആകുന്നേ ഉള്ളൂ. അന്നേരം ഇന്നങ്ങനെ എനിക്ക് ജോലിയില്ലായിരുന്നു ഈ ദിവസം. ജോലി എന്ന് പറയാൻ കറി ഇരിപ്പുണ്ടായിരുന്നു, ഇന്നലെ തോര ഇരിപ്പുണ്ട്. എന്നാലും പിന്നെ ചപ്പാത്തിക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പം രാവിലെ അത് കുറച്ച് ജോലിയല്ല ഉള്ളു. അപ്പം ഞാൻ അന്നേരം ചിന്തിച്ച് അന്നേരം പോൾമോനും ഇവിടെ ഉണ്ടായിരുന്നു. ഞാനും അവനൂടെ ഈ ജനലിൻ്റെ അവിടെ ഒക്കെ ഒന്ന് ക്ലീനിങ് ചെയ്യാമെന്ന് വെച്ച്. ഞങ്ങൾ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ഞാനും അവനൂടെ ഞാനും അവനൂടെ അടിയെന്ന് പറഞ്ഞാൽ എന്തുവാ, ഞാൻ എവിടെയെങ്കിലും ക്ലീൻ ചെയ്തിട്ട് ഞാൻ പറയാം നാളെ ഞാനിവിടെ ക്ലീൻ ചെയ്തെന്ന്. അവൻ പറയും ഇല്ല അത് ഞാനാ ചെയ്തെന്ന് പറയാം. അപ്പം ഡാഡി അവിടെ ഇരുന്ന് ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ സപ്പോർട്ടിന് ഡാഡിയെ വിളിക്കുന്നത്. ഡാഡി ഉണ്ടായിരുന്നു. റീച്ചാൽ ഞങ്ങളെ പള്ളു പറഞ്ഞു ഞങ്ങൾ രണ്ടുകൂടി ഇങ്ങനെ വഴക്കൂടുന്നതിന്. അങ്ങനെയുള്ള കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഓരോ സൈഡൊക്കെ ചെയ്ത് ഇങ്ങനെ സമയമില്ലാത്ത സമയത്ത് ഇങ്ങനെ ജോലിക്ക് കുക്കിങ് കുറവുള്ള സമയത്ത് ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യും. അതിനിപ്പം പർപ്പസ് സമയമൊന്നുമില്ല, എപ്പോഴാണ് സമയം കിട്ടുന്നതെന്ന് വെച്ചാൽ ആ സമയത്ത് ചെയ്യും. പിന്നെന്തുവാ, നിങ്ങൾ പിന്നെ ആ ജനലിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ കാണിക്കാം. നമുക്ക് എത്ര കുക്കിംഗ് ഇല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ജോലികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അങ്ങനെ എവിടെ നോക്കിയാലും നമുക്ക് ജോലികളല്ലേ. ഓക്കെ, ഞാൻ അന്നേരം അവനോട് പറഞ്ഞേടാ നീ തന്നെ ചെയ്യ്, ഞാൻ അപ്പോഴത്തേക്കിനും ഇവിടെ വേറെ ചെയ്യാമെന്ന് പറയാം. അപ്പോൾ അന്നേരം അവൻ ശരിക്ക് ചെയ്തില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇച്ചിരി സോപ്പിൻ്റെ ഇതൊക്കെ എടുത്തുകൊണ്ട് പോയി ഞാനിവിടെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവനത് ഇഷ്ടപ്പെടത്തില്ല. അവൻ അവൻ്റേതായ രീതിയിൽ ചെയ്യണം. അപ്പം തുണികൾ വെളിയിലാണ് ഇട്ടേക്കുന്നതെങ്കിലും ഇവിടെ ആണെങ്കിൽ ക്ലാരിറ്റി കിട്ടത്തില്ല. സൂര്യപ്രകാശം ഇങ്ങനെ ഇങ്ങോട്ട് അടിക്കുന്നത് കൊണ്ട് നമുക്ക് ക്ലാരിറ്റി കിട്ടാറില്ല. അപ്പോൾ തുണികൾ വെളിയിലാണെങ്കിലും നമുക്ക് തോന്നും അകത്താ തുണികൾ ഇട്ടേക്കുന്നതെന്ന്. വെളിയിലാണ് ഇട്ടേക്കുന്നത്. അപ്പം ഞാൻ ഈ ഗ്ലാസ്സുകളൊക്കെ ഇങ്ങനെ ഇപ്പം ഞങ്ങൾ മാറ്റിയത്, നേരത്തെ ഗ്ലാസ്സുകൾ നമുക്കിങ്ങനെ മാറ്റാൻ പറ്റത്തില്ലായിരുന്നു. ഇതാകുമ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിരക്കി തുടയ്ക്കാം. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ എല്ലാം പൊടി ഉണ്ടായിരുന്നടാ ഞാനാ തുടച്ചതെന്ന് പറയണം. അവൻ പറഞ്ഞു അല്ല ഞാനാ ചെയ്തതെന്ന്. അപ്പോൾ അതാ ഞാൻ ഇപ്പോൾ ചോദിച്ചത് ഡാഡി കണ്ടായിരുന്നു എന്ന്. റീച്ചാൽ ഞങ്ങൾ ഇപ്പം പറഞ്ഞ് 2 പേരും അവിടെ പണി നിർത്തിക്കോ, 2 പേരുടെ തർക്കം അവിടെ നിർത്ത്. നാണമില്ലല്ലോ കൊച്ചു പിള്ളേരുടെ കൂട്ട് 2 കൂടെ തർക്കിച്ചുകൊണ്ട് നിൽക്കുന്നതെന്നും പറഞ്ഞ്.
അപ്പം ഞങ്ങളുടെ കയ്യിൽ നേരത്തെ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവിടെ ഒരു വലിയ വാക്യൂം ക്ലീനർ ഉണ്ടായിരുന്നു. അതെടുത്ത് മെനയാനും പഠിക്കാനും ഒക്കെ ഇതായതുകൊണ്ട് അതാണ് ഞങ്ങൾ ബംഗാർ വാലയ്ക്ക് കൊടുത്ത്. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് പുതിയതിപ്പം വാങ്ങിച്ചതാണ്, ചെറിയ ഒരെണ്ണം. അപ്പോൾ ഇതിൻ്റെ ഈ സ്ലൈഡിൻ്റെ ഇടയ്ക്കൊക്കെ ഉള്ള ഇത് നമുക്ക് പൊടിയൊക്കെ ഇടയ്ക്ക് കയറും. ഇടയ്ക്ക് ഇവിടെ ആണെങ്കിൽ ഭയങ്കര പൊടിയാണ്. അപ്പോൾ ഞാൻ ഇവരിടുന്ന ഷൂ ഇങ്ങനെ വെളിയിൽ ബാൽക്കണി വെക്കും ഒന്ന് വെയിൽ കൊള്ളാനായിട്ട്. അപ്പോൾ അവനിതിങ്ങനെ ചെയ്യുക. ഞാൻ പറഞ്ഞു ബ്രഷും കൊണ്ടെല്ലാം സൈഡിൽ ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ വാക്യൂം കൊണ്ട് പിടിക്കാൻ പറഞ്ഞു. ഇനി ഞാൻ ഇച്ചിരി നോർമൽ സൗണ്ട് ഇടുവാണേ. ഇച്ചിരി സൗണ്ടായിരിക്കും, ചെവി ഒന്ന് സ്പീക്കർ വോളിയം കുറച്ചേരാം കേട്ടോ. അതെല്ലാം കഴിഞ്ഞു. പിന്നെ എനിക്ക് പിന്നീട് വന്നാണ് ഞാൻ രാവിലത്തെ പാത്രങ്ങൾ കഴുകിയതും തുണികൾ കഴുകാനിട്ടതും. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു ഉരുളൻകിഴങ്ങ് ചപ്പാത്തിക്ക് ഒരു ഉരുളൻകിഴങ്ങ് തോരൻ വയ്ക്കാമെന്ന്, മെഴുക്ക് പുരട്ടിയല്ല തോരൻ. അപ്പോൾ അതിൻ്റെ അകത്ത് ഇച്ചിരി പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞിട്ടിട്ട് തോരൻ വെക്കാമെന്ന് വെച്ച്. ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഉലുവ മേത്തിയിലൂടെ ഉണ്ടാക്കാനിരിക്കുക. കാരണം നമ്മുടെ ഹെൽത്തിന് വേണ്ടി. സാധാരണ ലഡു ഉണ്ടാക്കുന്ന പോലെയല്ല, ഇച്ചിരി ഉലുവയൊക്കെ കൂട്ടിയിട്ട് അധികം മധുരം നമുക്ക് കുറച്ചിട്ട്. സാധാരണ നമ്മൾ ലഡുവൊക്കെ കഴിക്കുമ്പം മധുരം നന്നായിട്ട് വേണമല്ലേ. അപ്പോൾ അതുപോലെ ഒന്ന് നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ അസുഖം അനുസരിച്ച് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരിക്കുക. പക്ഷേ സമയം കിട്ടുന്നില്ല, സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചേക്കുക. അപ്പം ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, കഴിഞ്ഞ ദിവസം ഞാനില്ലേ പിന്നെ സൺഡേ പ്രെയർ കഴിഞ്ഞ് വന്നോണ്ടേ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നില്ലേ. അപ്പോൾ ആ ഫ്രൂട്ട്സ് ഇടുന്ന കണ്ടോണ്ടേ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്കൊരു കമൻറ്റ് ഇട്ടതാണ്. ബിജി ആ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ഇടുന്ന കണ്ടോണ്ടേ 1 മാസം മുമ്പിട്ട് പുള്ളിക്കാർ നാട്ടിൽ പോയണേ. നാട്ടിൽ നിന്ന് ഇപ്പം നാട്ടിലുള്ള ആൾക്കാരിങ്ങനെ വെളിയിൽ നിന്ന് വരുന്ന ഉടനെ അവരുടെ കയ്യിൽ ഇങ്ങനെ ഇതുപോലെ ക്യാരി ബാഗ് കാണും. പക്ഷേ അതിൻ്റെ അകത്ത് മത്തി അയലേന്നോ ചാള അയലേന്നോ അങ്ങനെ കണ്ടാ പറഞ്ഞത്. അപ്പം ഞാൻ അന്നേരം മനസ്സിൽ ഓർത്ത് നാട്ടിൽ പിന്നെ ബേക്കറി ഐറ്റംസും കൊണ്ടുവരുമായിരിക്കുമല്ലേ, നമ്മുടെ നാടൻ പലഹാരങ്ങൾ. നാട്ടിൽ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ പേരയ്ക്കയിൽ ഇഷ്ടം പോലെ പേരയ്ക്കാണ്. ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് നമുക്ക് അതൊന്നും പോയി പറിക്കാനുള്ള സമയമില്ല. ഇപ്പം ഇവിടെ ഇരുന്ന് അതിൻ്റെ വാല്യൂ ഓർക്കുന്നു. ഇവിടെ ആണെങ്കിൽ ഇപ്പം 1 കിലോ അത് ചിലപ്പം നല്ലതായിരിക്കും, പന്നലായിരിക്കും, അത് ഇവർ കെമിക്കൽ ചേർത്തയായിരിക്കാം. പക്ഷേ നമ്മുടെ വീട്ടിലുള്ളത് കെമിക്കലൊന്നും ചേർക്കാത്തയില്ലേ. നല്ല ഇഷ്ടം പോലെ പേരയ്ക്ക ഉണ്ടായിരുന്നു. ബിൻസി എല്ലുവാണെങ്കിൽ അവൾ പറിക്കും. അപ്പം ഇതെത്ര അന്ന് ഞാൻ വാങ്ങിച്ച കിലോ 120 പറഞ്ഞ് 100 രൂപയ്ക്കാണ് നമുക്ക് 1 കിലോ തന്നെ. അത് ചിലത് മധുരം ഉണ്ടായിരുന്നു, ചിലത് മധുരം ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ അന്നേരം ഉരുളൻകിഴങ്ങ് തോരൻ വെച്ചിട്ട് അതേ ചീനച്ചട്ടി ഒന്ന് കഴുകി എടുത്തിട്ടാണ് ബീൻസ് തോരൻ വെക്കുന്നത്. അപ്പം ബീൻസ് തോരനൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടിനൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളെന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.